रक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजम् नमामि विघ्नेश्वर पादपङ्कजम् नमामि विघ्नेश्वर पादपङ्कजम्. ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ കലാവിഭാഗമായ ലാർക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷം തികയാണ്. ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഏറ്റവും ദീർഘമായ കാലയളവിൽ പ്രസിഡന്റായിരുന്ന ശ്രീ കൃഷ്ണൻ നായർ സാറ് ഇപ്പോഴും ഞങ്ങളുടെ പ്രസിഡന്റാണ്. അദ്ദേഹമാണ് യോഗത്തിന്റെ അധ്യക്ഷൻ. അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും ഇപ്പോഴത്തെ ഏറ്റവും മുതിർന്ന ജഡ്ജിയുമായ ശ്രീ CN രാമേന്ദ്രനാഥ് സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ സാറാണ്. കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ജില്ലയിൽ പുനലൂർ ഐക്യരക്കോണം എന്ന സ്ഥലത്ത് അധ്യാപകരായ മാതാപിതാക്കളുടെ മകനായി ഇരട്ട കുട്ടികളുടെ അച്ഛൻ കൂടിയായ ശ്രീ സോഹൻ റോയ്, അദ്ദേഹത്തിന്റെ ഭാര്യ അഭിനി നർത്തകിയും ഇന്റീരിയർ ഡിസൈനറുമാണ്. 1981 കൊട്ടാരക്കര ജില്ലാ യുവജനോത്സവത്തിൽ കവിതാരചനയിൽ സമ്മാനം മേടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കലാസപര്യ ആരംഭിക്കും. കൂസാറ്റിൽ നിന്ന് കൊച്ചിൻ സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് നേവൽ ആർക്കിടെക്റ്റിൽ ബിടെക്, അതിനുശേഷം ഹോളിവുഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമ സംവിധാനത്തിൽ ഡിപ്ലോമ, ഇന്ത്യയിലെ ആദ്യത്തെ നേവൽ ആർക്കിടെക്റ്റായി മെർച്ചന്റ് നേവിയിൽ അദ്ദേഹത്തിന്റെ സേവനം ആരംഭിക്കുന്നു. തുടർന്ന് 1998 ഷാർജ ആസ്ഥാനമാക്കി ഏരീസ് മെറീൻസ് എന്ന കപ്പൽ നിർമ്മാണ സ്ഥാപനം തുടങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വ്യവസായ രംഗത്തേക്ക് ഉള്ള പ്രയാണം ആരംഭിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഏഷ്യയുടെ കിഴക്കേ അറ്റത്ത് മിഡിൽ ഈസ്റ്റ് മുതൽ തെക്ക് പടിഞ്ഞാറ് സിംഗപ്പൂര് വരെ നീണ്ടുകിടക്കുന്ന വിവിധ രാജ്യങ്ങളിലായി 15ഓളം കമ്പനികളുടെ സ്ഥാപകനും CEO. കപ്പൽ നിർമ്മാണം, അതിന്റെ ഇന്റീരിയർ ഡിസൈനിങ്, കപ്പൽ സർവേ എന്നീ മേഖലകളെ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു വിദഗ്ധനാണ് ഇദ്ദേഹം. ഇന്ന് ലോകത്ത് എമ്പാടുമായി 700 കമ്പനികളുടെ കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്നു. ഏറ്റവും നീളമേറിയ സ്റ്റീൽ ബോട്ട് ഉരുക്ക് ചുണ്ടൻ ഉണ്ടാക്കി 2006 ഇദ്ദേഹത്തിന്റെ പേര് ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഇദ്ദേഹം ഒരു തികഞ്ഞ ഒരു സംഘാടകനാണ്. ലോകത്തിന്റെ നാനാഭാഗത്തായി അന്താരാഷ്ട്ര തലത്തിലുള്ള ധാരാളം പരിപാടികൾ അദ്ദേഹം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പ്രബന്ധങ്ങളും സെമിനാറുകളും എണ്ണമറ്റ രീതിയിൽ അദ്ദേഹത്തിന്റെ ബയോഡാറ്റയിൽ ചേർത്തിട്ടുണ്ട്. ആൾ ലൈറ്റ്സ് എന്ന മാസികയുടെ എഡിറ്ററാണ്. മെറീൻ വേൾഡ്, അറേബ്യൻ യാച്ച് ഷിപ്പ് തുടങ്ങിയ മാസികകളിലെ സ്ഥിരം എഴുത്തുകാരനാണ്. നിയമരംഗത്തും അദ്ദേഹം ഒരു കൈ നോക്കിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ചേർന്ന കോഴ്സ് തന്നെ LLB ആണ്. തിരുവനന്തപുരം ലോ കോളേജിൽ LLBക്ക് ചേർന്നു. അതിനുശേഷമാണ് അദ്ദേഹം എഞ്ചിനീയറിംഗിൽ ചേർന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ പരമ്പരാഗത ഹൗസിംഗ് ബോട്ടിന് ഒരു നിയമാവലി ഉണ്ടായിരുന്നില്ല. അദ്ദേഹമാണ് ആ നിയമാവലി ഡ്രാഫ്റ്റ് ചെയ്തത്. നമ്മുടെ കേരളത്തിൽ തന്നെ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകൾക്ക് ഒരു നിയമാവലി ഡ്രാഫ്റ്റ് ചെയ്തതും ഏകദേശം അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്ത അതിന്റെ പതിപ്പായിട്ട് അത് നോക്കിയാണ് നമ്മുടെ ഗവൺമെന്റ് പോലും അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന് നമ്മൾ അറിയുന്നത് ഡാം 999 എന്ന് പറയുന്ന സിനിമയുടെ രചയിതാവും സംവിധായകനും ഗാനരചയിതാവും നിർമ്മാതാവുമായിട്ടാണ്. അതിനു മുമ്പ് അദ്ദേഹം അതേ പേരിൽ തന്നെ ഒരു നോവൽ എഴുതുകയുണ്ടായി. നോവൽ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 50ഓളം സ്കിറ്റുകളും നാടകങ്ങളും എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. ഓസ്കാർ ലൈബ്രറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ക്രിപ്റ്റാണ് ഡാം 999. അത് അത്യപൂർവമായ ഒരു ബഹുമതിയാണ്. ആ 2012 ഓസ്കാർ മത്സരത്തിൽ 234 ചിത്രങ്ങളാണ്, സബ്ജക്ട് ടു കറക്ഷൻ, 265 ചിത്രങ്ങളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊന്നാണ് ഡാം 999. ഈ വർഷത്തെ മത്സരത്തിന് 34 ഗാനങ്ങളാണ്, അന്താരാഷ്ട്ര തലത്തിൽ 34 ഗാനങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 3 ഗാനങ്ങളും ഡാം 999 നിന്നുള്ളതാണ്. വേറെ ഒരു ഇംഗ്ലീഷ് സിനിമയിൽ നിന്നും 3 ഗാനങ്ങൾ ഇതേപോലെ ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവാർഡുകൾ നിരവധിയാണ്. പ്രസക്തമായ ഏറ്റവും ഒടുവിൽ കിട്ടിയത് 2012 പ്രവാസി ഭാരതിയുടെ ചലച്ചിത്ര പ്രതിഭ അവാർഡ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കിട്ടിയത്. ഈ അനുഗ്രഹീത പ്രതിഭാശാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിയാണ് ഡോക്യുമെൻ്ററി ഡാമുകൾ, മാരക ജലബോംബുകൾ എന്ന വാർത്താചിത്രം. ഇതിനകം തന്നെ ഈ കഴിഞ്ഞ ബുധനാഴ്ച അമേരിക്കയിൽ നിന്ന് ലഭിച്ച ബെസ്റ്റ് ഓഫ് ദ ഫെസ്റ്റ് അടക്കം 22 അന്താരാഷ്ട്ര അവാർഡുകളാണ് ഈ ഹ്രസ്വചിത്രം വാരിക്കൂട്ടിയത്. മലയാളത്തിൻ്റെ അന്തസ്സുയർത്തിയ ശ്രീ സോഹൻ റോയിയെ കേരള ഹൈക്കോടതിയിലെ അഭിഭാഷക സമൂഹം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ ന്യായാധിപന്മാരെയും സുഹൃത്തുക്കളെയും മാധ്യമ സുഹൃത്തുക്കളെ പ്രത്യേകിച്ചും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ലോയേഴ്സ് ആർട്സ് ആൻഡ് റിക്രിയേഷൻ ക്ലബിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP കൃഷ്ണൻ നായരെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട CN രാമചന്ദ്രൻ സാർ, മറ്റ് വിദഗ്ധ അതിഥികളെ, ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്താണെന്നാൽ ഇവിടെ നമ്മളൊരു സ്ക്രീനിങ് നടക്കാൻ പോവുകയാണ്. അത് കാണാനാണ് ആകാംക്ഷയായിട്ട് എല്ലാവരും വന്നിരിക്കുന്നത്. ഞാനിവിടെ വന്ന് ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും അനുമോദിക്കുന്നു ഈ കാര്യം വന്നതിലും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിലും ഇനിയും എല്ലാവരും സഹകരിക്കണമെന്നുള്ള ഒരു ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ കർമ്മനിരതനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപകുമാറാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങ് പ്രധാനമായും സംഘടിപ്പിച്ചിട്ടുള്ളത് സോഹൻ റോയിയെ കാണുന്നതിനും സോഹൻ റോയിയുടെ ചിത്രം കാണുന്നതിനുമാണ്. സോഹൻ റോയിയും ഞാനും പുനലൂക്കാരാണ്, നാട്ടുകാരാണ്. പരിചയപ്പെട്ടത് ഇപ്പോഴാണ്. നമ്മൾ പ്രസിദ്ധനായ ഒരു കലാകാരനെ, ഒരു ആർക്കിടെക്റ്റിനെ, ഒരു നേവൽ ആർക്കിടെക്റ്റിനെ, ഏതു തരത്തിലും എല്ലാ രീതിയിലുമുള്ള ബഹുമുഖ പ്രതിഭയായ ഒരു ആളെ ഞാൻ വിളിച്ചിരുത്തിയിട്ട് ഞാൻ അധിക നേരം പ്രസംഗിച്ചിരിക്കുവാൻ താല്പര്യമില്ല. മറിച്ച് അദ്ദേഹത്തെ കേൾക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ പടം കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഞാനിതൊരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. കൂട്ടത്തിൽ ഈ കീനോട്ട് അഡ്രസ് എന്ന് പറയുന്നത് കൊടുക്കാനായി, അതേ ഇനാഗുറേഷൻ നടത്തുന്നതിനായി ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുണ്ട്. അദ്ദേഹം എന്നേക്കായി കൂടുതൽ വിവരമായി സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനും ഇന്നത്തെ മുഖ്യ അതിഥിയെ പൊന്നാട അണിയിക്കുന്നതിനും ആയി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ CN രാമചന്ദ്രൻ നായരെ ക്ഷണിക്കുന്നു. നമ്മൾ ആദരിക്കുന്ന സോഹൻ റോയ് ഇന്നത്തെ പതിവിന് വിരുദ്ധമായി പണ്ട് ലോ കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയ ആളാണ്. അദ്ദേഹം മനസ്സിലാക്കുന്നില്ല, ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേർ എഞ്ചിനീയറിംഗ് പഠിത്തം വിട്ട് ലോ കോളേജിൽ ചേരുകയാണ്. അന്ന് ഒരുപക്ഷെ അദ്ദേഹം ലോ കോളേജിൽ തുടരുന്നിരുന്നെങ്കിൽ ഇന്ന് ഇവിടുത്തെ വല്ല ലാർക്ക് പ്രസിഡന്റോ ഏറ്റവും ചുരുങ്ങിയത് എന്തെങ്കിലും
കവിത പാരായണോ എന്തെങ്കിലും നമ്മുടെ അസോസിയേഷൻ മീറ്റിങ്ങിന് അദ്ദേഹം വളരെ ഒരു മുതൽക്കൂട്ടായിരുന്നതിനെ അസോസിയേഷൻ നഷ്ടമായി. പക്ഷേ എങ്കിലും വിദേശത്ത് പോയി പ്രശസ്തനായ മലയാളിയായി വലിയ സിനിമ പ്രൊഡ്യൂസറും രചയിതാവും സംവിധായകനും ഒക്കെ ആയി മാറിയതിൽ അതീവമായിട്ട് ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഡാം 999 എന്താണ് അതിൻ്റെ സിനിമയിലെ ആശയം എന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും ഹോട്ടലി ഡിസ്കസ്ഡ് മാസങ്ങളായിട്ട് മീഡിയയുടെ ഹെഡ്ലൈൻ സീറ്റ് ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ. അതിനെ സംബന്ധിച്ചാണെന്ന് നമ്മുടെ ജയദീപ് എന്നോട് പറഞ്ഞു. ഞാനൊരു ഡാമിൻ്റെ ആരാധകനാണ്. സിനിമയെക്കുറിച്ച് എനിക്ക് അത്ര ഗ്രാഹ്യമില്ലെങ്കിൽ 40 കൊല്ലം മുമ്പ് ഇടുക്കി ഡാം പണിതുകൊണ്ടിരുന്നപ്പോൾ ആ 900 അടി ടണ്ണൽ താഴെ നിന്ന് മുകളിലേക്ക് ഞാൻ ആ മലയിലെ ടണ്ണലിൽ ഒരു റെയിലേ കയറി ഒന്ന് നോക്കി എങ്ങനെ ഇരിക്കും ടണ്ണലിന്. ഇന്നൊരു പക്ഷേ ഇടുക്കി ഡാം ഇപ്പോഴാണ് പണിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ പരിസ്ഥിതിവാദികളും ഈ സോഹൻ റോയും ചിലപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്തേനെ. 780 മെഗാവാട്ട് പവർ ഉണ്ടാക്കുന്ന ഡാം ഒരു പക്ഷേ കേരളത്തിന് നഷ്ടമായേനെ. 40 കൊല്ലം മുമ്പ് അത് ഉണ്ടാക്കിയതുകൊണ്ട് നടന്നു. ഇടുക്കി ഒരു മനോഹര ആർച്ച് ഡാമാണ്. ഇടുക്കിയിലെ 3 ഡാമുകളിലൊന്ന് മനോഹര ആർച്ച് ഡാമാണ്. അപ്പോൾ ഇടുക്കി ഡാം കണ്ടു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എവിടെയാണ് ആർച്ച് ഡാമുകൾ വേറെ ഉള്ളത്? അമേരിക്കയിൽ ഹൂവർ ഡാം ഒരു നെവാഡ ഡെസേർട്ടിലാണ്. അമേരിക്കയിൽ പോയിട്ട് എന്തായാലും ഞാൻ ഹൂവർ ഡാം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹൂവർ ഡാം, മനോഹരമായ ഹൂവർ ഡാം കാണാനുണ്ടായി കൊളറാഡോ റിവറിൽ. ഡാമുകൾ, അറ്റ്ലീസ്റ്റ് ഔട്ട്ഡേറ്റഡ് ഡാമുകൾ ജനത്തിന് എന്തുമാത്രം ഭീതി ഉണ്ടാക്കുന്നു എന്നുള്ളതായിരിക്കും ഈ സിനിമയുടെ ആശയം. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദാരുണമായ സംഭവങ്ങളിലൊന്ന് ചൈനയിലെ ഡാം തകർന്ന് 2.5 ലക്ഷം ആളുകൾ മരിച്ചതാണ് 75-ൽ. ചൈന ആയതുകൊണ്ട് അടുത്ത കാലത്തൊന്നും ന്യൂസ് വെളിവിട്ടില്ല. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡാം 3 ഗോർജസ് ഡാം എന്ന് പറയുന്ന അമേരിക്കയിലാണ്. ആ ഡാമിൻ്റെ റിസർവയറിൻ്റെ നീളം 600 കിലോമീറ്ററാണ്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സൈസാണ് ആ റിസർവയർ. ചെറിയ കപ്പലുകൾ ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്ന ഡാമാണ്. എനിക്കൊരു ആഗ്രഹം ഇനിയുള്ളത് ഈ 3 ഗോർജസ് ഡാം ഒന്ന് കാണണം എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് ജലം. ചിപ്പസ്റ്റ്, ഒരു പൊല്യൂഷൻ ഇല്ലാത്ത പവർ ജനറേഷൻ, ഹൈഡൽ പവർ. അതുകൊണ്ട് ഡാമുകൾ കൂടിയേ പറ്റുള്ളൂ. നമ്മുടെ സോഹൻ റോയുടെ ആശയം ഡാം ഈസ് എ ലെത്തൽ ബോംബ്. അതെല്ലാം പഴയ ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്ത് പുതിയ പുതിയ ഡാമുകൾ പണിയണം. പക്ഷേ ഒരിക്കലും അതൊരു ഡാമിനെതിരായിട്ടുള്ള ഒരു സന്ദേശമായി മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കേരളത്തിൽ 40 നദികൾ, 40 കൂടുതൽ 41 മറ്റ നദികൾ മൺസൂൺ കാലത്ത് നിറഞ്ഞൊഴുകി കടലിലെ വെള്ളം കൂട്ടുന്നുണ്ട്. പക്ഷേ ഈ മഴക്കാലം കഴിഞ്ഞ് 2 മാസത്തിനകം കുടവായിട്ട് പാവപ്പെട്ട സ്ത്രീകൾ റോഡരികെ വല്ല പൈപ്പിനും ചുവട്ടിനും വെള്ളത്തിൽ നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് സോഹൻ റോയോടുള്ള എൻ്റെ അടുത്ത റിക്വസ്റ്റ്, ഡാമുകൾ മനുഷ്യ സംസ്കാരത്തിന്, മനുഷ്യ നിലനിൽപ്പിന് ആവശ്യം എന്നുള്ളിടത്ത് സിനിമ പിടിക്കണം എന്നുള്ളതാണ്. കേരളത്തിൽ ധാരാളം ചെക്ക് ഡാമുകൾ പണിത് കേരളത്തിൻ്റെ എല്ലാവിധ പുരോഗതിക്കും സഹായകരമായിട്ട് ഗവൺമെൻറ്റിനെ എൻകറേജ് ചെയ്യാൻ സോഹൻ റോയിയുടെ അടുത്ത സിനിമ അതിനൊരു നിയോഗമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഈ സിനിമ, ഏത് സിനിമയിലും ലവ് സ്റ്റോറി ആണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ 999-ലും ലവ് സ്റ്റോറിയാണ്. പിന്നെ കൂടാതെ ഇദ്ദേഹം കേരളത്തുകാരനായതുകൊണ്ട് ആയുർവേദം മുതൽ ഇവിടുത്തെ പലരുടെ ഉപജീവന മാർഗമായിട്ടുള്ള നവഗ്രഹങ്ങളും നവരസങ്ങളും എല്ലാം ഇതിലുള്ളതായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഇദ്ദേഹത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇദ്ദേഹം ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മലയാളിക്ക് മറ്റു കൂട്ടട്ടെ എന്ന് ആശിക്കുന്നു. മുഖ്യ അതിഥിയുടെ മറുപടി പ്രഭാഷണമാണ് അജണ്ടയിലെ അടുത്ത ഇനം.
മലയാളികളുടെ അഭിമാനമായ ശ്രീ സോഹൻ റോയ്. ആദ്യമായി ഈ ഒരു വേദി ഒരുക്കിയ ലാർക്കിൻ്റെ സംഘാടകർക്ക് എൻ്റെ നന്ദി. ഈ നല്ല മനസ്സിന് എന്നെ ഇവിടെ വിളിച്ച് ആദരിച്ചതിൽ പ്രത്യേകം നന്ദിയുണ്ട്. ഞാൻ ഒരുപാട് ഈ അടുത്ത ദിവസങ്ങളിലായി ഈ ഡാം 999ൻ്റെ റിലീസിന് ശേഷം പല ഭാഗത്തു നിന്നും ഇതുപോലുള്ള സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും ഇതുപോലുള്ള ഒരു നിയമസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് കിട്ടുമ്പോൾ അതിന് അതിൻ്റെ ഒരു രുചി, അതിൻ്റെ മണം എല്ലാം ഡിഫറെൻ്റാണ്. അതിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഈ ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ വഴിമാറുന്ന സമയത്ത് ജനങ്ങൾക്ക് അവസാന അത്താണി ആയി മാറുന്ന ഇത് ജുഡീഷ്യറിയാണ്. അതിൻ്റെ കല്ലുകൾ, അതിൻ്റെ പില്ലേഴ്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെപ്പോലെ കുറച്ചു കാലം നിയമം പഠിക്കാൻ സാധിച്ചതുകൊണ്ടും അതിനുശേഷം എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് നിയമസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ്സ്, ആർബിട്രേഷൻ കേസുകൾ ഒരുപാട്. ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രി മുഴുവൻ ഒന്ന് പറഞ്ഞ് 2 ഉടൻ മില്യൺസിൻ്റെ കേസാണ് വരുന്നത്. അപ്പോൾ അവിടെ എല്ലാം ടെക്നിക്കൽ അഡ്വൈസിന് വേണ്ടിയും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുവാനും ഒക്കെ പോകേണ്ടതാണ് ആസ് എ കൺസൾട്ടൻറ്റ് ഞങ്ങളുടെ മെയിൻ ജോബ്. അതുകൊണ്ട് തന്നെ ഒരു കേസ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പം തന്നെ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഈ കേസ് ജയിക്കുമോ ഇല്ലയോ എന്ന്. പരാജയപ്പെടുന്ന കേസിന് ഞാൻ ഒരിക്കലും പോയിട്ടുമില്ല. പക്ഷേ ജയിക്കുമെന്ന് തോന്നുന്ന കേസുകൾ ഞാൻ ഇന്നുവരെ വിട്ടിട്ടുമില്ല. ഈ ജുഡീഷ്യറിലുള്ള വിശ്വാസം, ഒരുപക്ഷെ എനിക്കുള്ളതിൻ്റെ അത്ര വിശ്വാസം സാധാരണ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായി എന്ന് വരില്ല. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഡാം 999 വേണ്ടി തന്നെ ഞാൻ ഇത് തമിഴ്നാട്ടിൽ നിരോധിച്ച സമയത്ത് ആദ്യം ചെയ്തത്, ഞാൻ ഇവിടുത്തെ ഒരു ജനകീയ പ്രക്ഷോഭത്തിനൊന്നുമല്ല ശ്രമിച്ചത്. എനിക്ക് വിശ്വാസമുള്ള സുപ്രീം കോടതിയിലേക്ക് ഞാൻ ഇതുമായി പോവുകയായിരുന്നു. എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതിൻ്റെ മറുപടിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. വളരെ നിശ്ചിതമായ ഭാഷയിലാണ് തമിഴ്നാടിന് വാണിംഗ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുവാൻ തമിഴ്നാട് ശ്രമിക്കേണ്ട എന്നുള്ള ശക്തമായ ഭാഷയിൽ പറയുകയും അടുത്ത 4-ാം തീയതി അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് അവരെ ഒഫീഷ്യലി വിടും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം തമിഴ്നാട് ഒരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തതിന് അവർക്ക് 10 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ ജുഡീഷ്യറിലുള്ള എൻ്റെ വിശ്വാസമാണ്. ഇതിന് മുൻപുള്ള എൻ്റെ കേരളത്തിൽ എനിക്ക് വിജയം നേടിത്തന്നത് ഞാൻ ഹൈക്കോടതി തന്നെ സബ്മിറ്റ് ചെയ്ത, ഞാൻ ആദ്യമായി ചുണ്ടൻ വെള്ളം എന്ന് പറയുന്നൊരു കൺസെപ്റ്റുമായിട്ട് ഇവിടെ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനൊരു ചുണ്ടൻ വെള്ളം ഇറക്കി. ഇവിടുത്തെ ട്രഡീഷണൽ ബോട്ട്സിനെ എല്ലാം, ചുണ്ടൻ വള്ളങ്ങളെല്ലാം മാറ്റി ഒരു ഇൻ്റർനാഷണൽ ബോട്ട് റേസ് നടത്തണമെങ്കിൽ ഒരേ ഡിസൈനിലുള്ള ബോട്ടുകൾ വേണം. അതിലൊരു യൂണിഫോമിറ്റി ഉണ്ടാവണം അതിൻ്റെ കൺസ്ട്രക്ഷന്. അല്ലാതെ 110 അടി നീളവും 120 അടി നീളവും 80 അടി നീളമുള്ള വള്ളങ്ങൾ ഒരുപോലെ മത്സരിക്കരുത്. ഹീറ്റ്സിൽ ഓടുമ്പോഴുള്ള വെള്ളത്തിന് ഫൈനലാകുമ്പോഴത്തേക്ക് വെള്ളം അബ്സോർവ് ചെയ്തിട്ട് വെയിറ്റ് കൂടാൻ പാടില്ല. ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു യൂണിഫോം മെറ്റീരിയൽ ഉണ്ടാക്കിയ ഒരു ബോട്ട് വെച്ചിട്ട്, അതേസമയം എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ചുണ്ടൻ വള്ളം പണിയുമ്പോൾ ഒരു മരം മുറിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സ്റ്റീലിൽ റീസൈക്കിൾ ചെയ്യാവുന്ന ഒരു മെറ്റീരിയലിൽ ഇപ്പോഴുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ പകുതി കോസ്റ്റിന് ഒരു ചുണ്ടൻ വള്ളം നിർമ്മിച്ച് അത് ഗിന്നസ് ബുക്കിൽ വരെ കയറ്റി കാണിച്ചു കൊടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ അതിനെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വേണേൽ പറയാം, അതിനെ നിരോധിക്കുകയുണ്ടായി. നെഹ്റു ട്രോഫിയിൽ എൻ്റെ റിക്വസ്റ്റ് മറ്റൊന്നുമല്ലായിരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് മത്സരിച്ച് കഴിഞ്ഞാൽ മറ്റു വള്ളങ്ങളെ പിന്തള്ളുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആവശ്യം അതൊന്ന് പ്രദർശിപ്പിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. ജനങ്ങൾ അറിയണം, ജനങ്ങൾ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് അവർ നിഷേധിച്ചപ്പോൾ ഞാൻ മറ്റെങ്ങും പോയില്ല. ഞാൻ അവിടെ സമരം നടത്താനൊന്നും ശ്രമിച്ചില്ല. ഞാൻ നേരെ ഹൈക്കോടതിയിൽ എൻ്റെ റിട്ട് ഫയൽ ചെയ്യായിരുന്നു. ഉടൻ തന്നെയാണ്, അതിന് ദിവസങ്ങൾ പോലും എടുത്തില്ല, 2-3 ദിവസത്തിനുള്ളിൽ ശക്തമായ ഭാഷയിൽ ഹൈക്കോടതിയിൽ നിർദ്ദേശം വന്നു. ഇത് നിരോധിച്ചത് ടൂറിസം മേഖലയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ തീരുമാനമാണ്, അത് പുനഃപരിശോധിക്കണമെന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ട് കൂടി പിന്നീടും അതിന് പല മുടന്ത ന്യായങ്ങളുമായി തടസ്സം വന്നപ്പോൾ ഞാൻ സ്വയം പിന്മാറുകയായിരുന്നു. കാര്യം അത് ഒരുപക്ഷെ ഞാൻ ആ പ്രവൃത്തി നടത്തിയത് ഒരുപക്ഷെ ഒരു 10 വർഷം മുൻപേ ചെയ്തു പോയി എന്നുള്ള തെറ്റായിരിക്കും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നല്ലെങ്കിൽ നാളെ അതിനെ ജനങ്ങൾ അംഗീകരിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി കാണുകയും അതിന് ഫലമുണ്ടാവുകയും ചെയ്തു. 2 വർഷത്തിന് ഉള്ളിൽ തന്നെ ഈ സമരം ചെയ്ത ആൾക്കാർ തന്നെ ഈ ചുണ്ടൻ വള്ളം ഏറ്റെടുത്ത് ഇന്ന് മിക്കവാറും എല്ലാ ബോട്ട് ക്ലബ്ബുകളും പരിശീലനം നടത്തുന്ന ആ ചുണ്ടൻ വള്ളത്തിലാണ്. സ്ത്രീകൾ ആദ്യമായി കേരളത്തിൽ തുഴഞ്ഞ ചുണ്ടൻ വള്ളവും അതാണ്. കാര്യം തച്ചുശാസ്ത്രപ്രകാരം സാധാരണ ട്രഡീഷണൽ ചുണ്ടൻ വള്ളത്തിൽ സ്ത്രീകൾ കയറാൻ പാടില്ല. ഇത് സ്റ്റീൽ നിർമ്മിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞങ്ങൾ അവരെ കയറ്റി ആദ്യമായി തുഴഞ്ഞു. അന്ന് നെഹ്റു ട്രോഫിയിൽ അത് അവർ തന്നെ പ്രദർശിപ്പിക്കുകയാണ്.
മിക്കവാറും എല്ലാ അഡ്വർടൈസ്മെന്റ്സിലും സിനിമകളിലും നിങ്ങൾ കാണുന്ന ചുണ്ടൻവള്ളം ഇന്ന് അതാണ്. കഴിഞ്ഞ 1700 ദിവസമായി അത് ജലത്തിൽ കിടക്കുകയാണ്. ഇന്ന് വരെ അത് കരയിൽ കയറ്റിയിട്ടില്ല. സാധാരണ ചുണ്ടൻവള്ളങ്ങൾ 20 ദിവസമേ കിടക്കത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള ക്രിയേറ്റീവ് ഒരു സാധനം വരുമ്പോൾ, അതിനെതിരെ ഒരു തടസ്സം വരുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ജുഡീഷ്യറി ആണെന്നുള്ള വിശ്വാസം എൻ്റെ പ്രൊഫഷനിൽ നിന്ന് എനിക്ക് ഒരുപക്ഷെ കിട്ടിയതായിരിക്കാം. അതുപോലെ തന്നെ കേസുകൾ നഷ്ടപ്പെടുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായി. അത് കേസ് പഠിക്കുമ്പോൾ തന്നെ അറിയാം, അത് നഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ളടുത്ത് അത് ഞാൻ മത്സരിക്കാനും പോകാറില്ല. അതിന് ഒരു ഉദാഹരണമുള്ളത്, ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾ കൊടുത്ത ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അത് ഞങ്ങൾ കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്തിട്ടും അത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ കുറച്ച് വൈകി. അവസാനം അതുമൂലം ഷിപ്പിന്റെ ഡെലിവറി കുറച്ച് ഡിലേ ആയി. ഒരു ഇൻസ്പെക്ഷൻ ടൈമിന് വേണ്ടി അത് ഹോൾഡ് ചെയ്തു. അതിനുവേണ്ടി സപ്പോർട്ടിങ് ഡൈവേഴ്സൊക്കെ, ഡൈവിംഗ് സപ്പോർട്ട് വെസൽസ് ഒക്കെ അവിടെ വന്നു. ഒരു ദിവസമേ ഡിലേ ആയിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ വന്ന കേസ് ഏതാണ്ട് $500,000 ഒരു കേസാണ്. ഈ $500,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. ഒറ്റ ദിവസത്തെ ഡിലേ. അതാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ. ഒരു ദിവസം ഒരു ഷിപ്പ് ഡിലേ ആയപ്പോൾ അതുമായിട്ടുള്ള മറ്റ് അറേഞ്ച്മെന്റ്സിനും എല്ലാം കൂടി ഉള്ളതാണ് കോസ്റ്റാണ് വരുന്നത്. ഇത് കേസ് ഡ്രാഫ്റ്റ് ചെയ്തത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് കാര്യം ഞങ്ങൾ ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ള സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് ഇല്ല. കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ കേസ് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ചെയ്തത് അത് ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് വേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടി ഞാൻ സിംഗപ്പൂർ പോയി. അത് ഞങ്ങളുടെ ക്ലയൻസുമായി സംസാരിച്ച് ഞാൻ അവിടുന്ന് മടങ്ങുമ്പോൾ ഒരു $1.5 million ഓർഡറുമായിട്ടാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ക്ലയന്റിൽ നിന്നും $1.5 million ഓർഡറുമായി വരികയും അതിൽ നിന്ന് $0.5 million തിരിച്ചടക്കുകയും ചെയ്തു. ആ ബിസിനസ്സിലും എനിക്ക് $1 million ലാഭം കിട്ടിയത്. അപ്പോൾ കേസ് എവിടെ പരാജയപ്പെടും, എവിടെ വിജയിക്കും എന്നുള്ള വ്യക്തമായ ധാരണ ഒരു പക്ഷേ എനിക്ക് എൻ്റെ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ കിട്ടിയത് ആ ലോ കോളേജിലെ ഏതാനും കുറച്ച് നാളേ ഉള്ളെങ്കിലും അവിടുത്തെ മോക്കൗട്ടുകളിൽ പോയി അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ ഡാം 999 ഞങ്ങൾ പറയുന്ന മെസ്സേജ് ഡെസ്റ്റിനി ഈസ് ഡിസൈഡഡ് ബട്ട് ഇറ്റ് ഈസ് ഡിസൈഡ് ബൈ യുവർ കർമ്മ. അതനുസരിച്ചിട്ട് ഒരുപക്ഷെ എൻ്റെ ഡെസ്റ്റിനി ചെറുതായി ഒന്ന് മാറിയത് കൊണ്ടാവാം, എൻ്റെ കർമ്മമണ്ഡലം മാറിപ്പോയതുകൊണ്ടാവാം, ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഇവിടെ ഇരിക്കാൻ സാധിക്കാതിരിക്കുകയോ ലാർക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്യുന്നത്. എങ്കിലും ഇന്ന് ഈ ലാർക്ക് വിളിച്ച ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഡാം 999 കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പരീക്ഷണ ചിത്രമായിരുന്നു. ഒരു സിനിമയെ 9 ആംഗിളിൽ എങ്ങനെ കാണാം എന്നുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. ഒരുപക്ഷെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഇന്ന് നിൽക്കുന്നത് ഒരു ഹോളിവുഡുമായി എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടും തിയേറ്ററിൽ പോയി നമ്മൾ ഒരേ തിയേറ്ററിൽ കാണുന്ന ചിത്രങ്ങളല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രി നിൽക്കുന്നത് ഏതാണ്ട് ഒരു 35 വർഷമെങ്കിലും പുറകിലെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ജെയിംസ് കാമറൂണിന്റെ ടൈറ്റാനിക് എന്ന് പറയുന്ന ചിത്രം എടുക്കുക. അദ്ദേഹം 25 വർഷത്തിന് മുമ്പ് മനസ്സിൽ രൂപം കൊണ്ട ടൈറ്റാനിക് എന്ന് പറയുന്ന ആ പ്രോജക്റ്റ് ഇനി ഒരു 10 വർഷം കൂടി കഴിഞ്ഞാലും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. ടെക്നോളജി അത്ര പോലും അഡ്വാൻസ് ചെയ്യാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായിട്ട് ജെയിംസ് കാമറൂൺ ആ ചിത്രം എടുക്കാൻ സാധിച്ചത് ഹോളിവുഡിൽ അവർ വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തു എന്ന ആ ഒരു സിസ്റ്റം കൊണ്ടാണ്. അവരുടെ മേക്കിംഗ് സ്റ്റൈൽ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെ കടന്നു ചെല്ലാമെന്ന് എനിക്ക് പറഞ്ഞു തരുവാൻ ഇന്ത്യയിലെ ഫിലിം മേക്കേഴ്സിന് സാധിക്കാതെ വന്നുകൊണ്ട് തന്നെയാണ് ഞാൻ വായനയിലൂടെയാണ് കൂടുതലും ആ ഒരു വഴി കണ്ടെത്തിയത്, എങ്ങനെ അവിടെ എത്താമെന്നുള്ളത്. പിന്നെ ഞാൻ പഠിച്ചതും എൻ്റെ ഡിപ്ലോമ എടുത്തതും ഞാൻ അതിനുള്ളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡ് ലൈൻ കിട്ടി. അപ്പോഴും ഞങ്ങളുടെ മുന്നിൽ ഈ 9 ലക്ഷ്യങ്ങളാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ എത്തിയത്. അതിലൊന്ന് ഹോളിവുഡിൽ മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റാമ്പോട് കൂടി ഒരു ചിത്രം ചെയ്യുക. അതേസമയം ഈ ചിത്രത്തിനെ ഓസ്കാറിൽ എത്തിക്കുക. അത് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യമായിരുന്നു. ഒരു ഓസ്കാർ ബിഡിംഗ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് എത്തിയത്. അതിൻ്റെ ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അതിനെ ക്വാളിഫൈ ചെയ്യിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇനി അടുത്ത ഫൈനൽ 4ൽ ചെല്ലുമോ എന്നുള്ളത് അടുത്ത 24-ാം തീയതിയാണ് നമുക്ക് അറിയാൻ സാധിക്കുക. അങ്ങനെ എത്താൻ സാധിച്ചാൽ അത് ഒരു വലിയ വലിയ വിജയമായിട്ട് നമുക്ക് കാണേണ്ടി വരും. ഓസ്കാർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ ഒരു വഴി വെട്ടിത്തെളിച്ചതുകൂടി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ എന്നേക്കാൾ എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷേ അവർക്കെല്ലാം മുന്നിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഓസ്കാറിന്റെ വാതിലുകൾ തുറക്കും, അതിന്റെ ഒരു റെഡ് കാർപ്പറ്റ് അവരുടെ മുന്നിൽ വിരിക്കപ്പെടും എന്നുള്ള ഒരു ആത്മവിശ്വാസം എല്ലാവർക്കും കിട്ടും എന്നുള്ളത് തന്നെയാണ് ഈ ഡാം 999 ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്കും സിനിമ ആസ്വാദകർക്കും കിട്ടുന്ന ഏറ്റവും വലിയ ഉറപ്പ്. പിന്നെ ഇത് നിർഭാഗ്യവശാൽ മാത്രമാണ് ഈ ഒരു ഇത്രയും വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് ഇത് എത്തിച്ചേർന്നത്. ഇത് സിനിമ നിർമ്മിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു ഇതിൽ കോൺട്രവേഴ്സി ഉണ്ടാകും. പക്ഷേ ഇത്ര ശക്തമായ രീതിയിൽ ഇതിനെ വെറും ഒരു മുല്ലപ്പെരിയാർ ഇഷ്യൂ ആയി മാത്രം ജനങ്ങൾ കാണും, ആ ഒരു പ്രതീക്ഷയിൽ സിനിമ കാണാൻ പോകുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിൽ 9 ആംഗിൾ, ഒരു ആംഗിൾ മാത്രമാണ് ഡാം ദുരന്തം
മായി ഞങ്ങൾ കാണിക്കുന്നത്. അതിലേറെ ഇമോഷണൽ ഡാംസിനകത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇപ്പം സ്ലം ഡോഗ് മില്യൺ ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് മറ്റൊരു ലക്ഷ്യം ഞങ്ങൾ കണ്ടത്. ഇന്ത്യയുടെ പോസിറ്റീവ് ആസ്പെക്ട്സ്, നമ്മളുടെ ശക്തമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളും നമ്മളുടെ വേദങ്ങളും നമ്മുടെ അസ്ട്രോളജിയും ആയുർവേദവും നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കും എല്ലാം ഇതിലൂടെ ഹൈലൈറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെ ഞങ്ങൾ നീങ്ങുമ്പോൾ അതിനോടൊപ്പമായിരുന്നു ജനങ്ങൾ ഇന്ന് ലോകത്തിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെട്ട് ഡാമുകൾ ഉണ്ടാക്കുന്ന, അതായത് ഡാമുകളല്ല, കാലപ്പഴക്കം ചെന്ന ഡാമുകൾ ഉണ്ടാക്കാവുന്ന ദുരന്തങ്ങൾ. ഞാൻ ഒരിക്കലും ഡാമുകൾക്കെതിരല്ല. ഡാമുകൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അതേസമയം കാലപ്പഴക്കം ചെന്ന ഡാമുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിൽക്കുകയാണ് ഇന്ന് ലോകം. ഒരുപക്ഷെ ആരും തിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ചൈനയിലെ ഒരു ഡാം ദുരന്തം നടന്നതുപോലും ഒരു പക്ഷേ ഡാം ട്രിപ്പിൾ ലൈനിലൂടെ ആയിരിക്കാം ജനങ്ങളിലേക്ക് ഇത് എത്തുന്നത് പോലും. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് മുമ്പ് ഇത് തുടങ്ങുമ്പോൾ സാധാരണ നിങ്ങളെപ്പോലെ തന്നെ, സാധാരണ മലയാളിയെ പോലെ തന്നെ എൻ്റെ ഉള്ളിലും ഈ ഡാമുകൾ എത്രമാത്രം ഭീകരമാണെന്നോ അതുണ്ടാക്കാവുന്ന ദുരന്തം എന്തെന്നോ അറിയില്ലായിരുന്നു. പിന്നീടുള്ള പഠനങ്ങളിലാണ് മനസ്സിലായത് ബാങ്ക്യാവോ ദുരന്തത്തോടൊപ്പം തന്നെ 4000-ലധികം ഡാമുകൾ അന്ന് കാലപ്പഴക്കം ചെന്നവ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലുമായി കിടപ്പുണ്ട്. ഇന്ന് ആ ഫിഗർ 5000 എത്തി. 2020 അത് 40,000 എത്തുകയാണ്. അങ്ങനെ വളരെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ഇതിലൂടെ വന്നത്. പലതരം ദുരന്തങ്ങളുടെ കാഴ്ചകൾ ഇതിലൂടെ കണ്ടെത്തുവാൻ സാധിച്ചു. യൂട്യൂബിലൊക്കെ നിങ്ങൾ ചെന്നാലും നിങ്ങൾക്കും കണ്ടെത്താൻ പറ്റും പലതരം ഡാമുകൾ. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ത്രീ ഗോർജിയസ് ഡാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ത്രീ ഗോർജിയസ് ഡാം പറഞ്ഞത് ശരിയാണ്. 600 കിലോമീറ്റർ ലെങ്തുള്ള റിസർവോയറിന്റെ അടിയിൽ ഏതാണ്ട് 10ഓളം പട്ടണങ്ങൾ താഴ്ന്നു കിടപ്പുണ്ട്. അതിൽ 3 വലിയ പട്ടണങ്ങളാണ്. കൊച്ചിയേക്കാളും വലിയ നഗരങ്ങൾ 3 ആ റിസർവോയറിനടിയിൽ താന്നു പോയിട്ടുണ്ട്. ആ ഡാം കൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത് അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ചൈന പറഞ്ഞത് ലോകം കണ്ട ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വണ്ടർ എന്നായിരുന്നു. പക്ഷേ അവരത് പറഞ്ഞ് 2 വർഷമായില്ല. ഞങ്ങളുടെ ഡാം ട്രിപ്പിൾ ലൈനിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടിവിയിൽ സ്ക്രോൾ ന്യൂസ് വന്നു തുടങ്ങി, ത്രീ ഗോർജിയസ് ഡാം തകരാൻ പോകുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഞെട്ടി. കാര്യം ത്രീ ഗോർജിയസ് ഡാം തകർന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, 2000 വർഷത്തിൽ പെയ്യാകുന്ന ഏറ്റവും വലിയ മഴ, ടൊറൻഷ്യൽ റെയിൻ. അത് ഡിസൈൻ ചെയ്തിരുന്നത് കഴിഞ്ഞ 1000 വർഷത്തിൽ ചൈനയിലുണ്ടായ ഏറ്റവും വലിയ പേമാരിയെ പോലും തടഞ്ഞു നിർത്താവുന്ന രീതിയിലുള്ള ഡിസൈനായിരുന്നു അത്. പക്ഷേ അവർ കരുതിയില്ല ഗ്ലോബൽ വാർമിംഗ് മൂലം ടൊറൻഷ്യൽ റെയിൻ ഇത്ര ശക്തമായിട്ട് ത്രീ ഗോർജിയസ് ഡാമിന്റെ റിസർവോയറിലേക്ക് ജലം എത്തിക്കുന്ന രീതിയിൽ അവിടെ പെയ്യുമെന്ന് ആരും കരുതിയില്ല. ഡാം നിറഞ്ഞു കവിയാൻ തുടങ്ങി. അവർ എല്ലാ ഷട്ടേഴ്സും ഓപ്പൺ ചെയ്തു. ഈ ഷട്ടറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളത്തിനേക്കാൾ ഏറെ വെള്ളമായിരുന്നു ഈ റിസർവോയറിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ ആ മഴ ഏതാനും മണിക്കൂറുകൾ കൂടി പെയ്തിരുന്നുവെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം അവിടെ അന്ന് സംഭവിക്കുമായിരുന്നു. ത്രീ ഗോർജിയസ് ഡാമിനെ കുറിച്ച് നിങ്ങൾ സമയം കിട്ടിയാൽ കയറി നോക്കുക. അതിന്റെ എഞ്ചിനീയറിംഗ് ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ താഴെയിൽ നിന്ന് കപ്പലുകൾക്ക് പോലും മുകളിലെ റിസർവോയറിൽ എത്താവുന്ന ഷിപ്പ് ലിഫ്റ്റ് ഫെസിലിറ്റി വരെയുള്ള ഒരു ഡാമാണ്. അപ്പോൾ നമ്മൾക്ക് ഡെസ്റ്റിനിയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇന്ന് ഒരു ദുരന്തം എപ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്ര നല്ല രീതിയിൽ ഡാം പണിതു കഴിഞ്ഞാലും ഒരു പക്ഷേ അതൊരു ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കാം. അത് നമ്മുടെ ഡെസ്റ്റിനി ആണെങ്കിൽ നമ്മളത് ഏറ്റുവാങ്ങുക. പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിന്റെ കേസിൽ നമ്മൾക്കത് വെറും ഡെസ്റ്റിനിക്ക് വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. ഒരു വാർണിംഗ് കിട്ടുക, പ്രകൃതി തന്നെ നമുക്ക് വാർണിംഗ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ എത്രയോ ഭൂകമ്പങ്ങൾ അവിടെ ഉണ്ടാകിക്കഴിഞ്ഞു. ഈ വാർണിംഗ് ഒരു പക്ഷേ പ്രകൃതി നമുക്ക് തരുന്നത് ഏതോ ഒരു വലിയ ദുരന്തത്തിന് മുൻപായി പ്രകൃതി തന്നെ അറിയാതെ നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുകയാണ്. പ്രകൃതിക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് തരുന്ന ചില വാർണിംഗ് ആയിരിക്കും. ഒരുപക്ഷെ ലോകത്തിൽ ഇന്ത്യയിൽ മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം നിർവികാരമായി അതിനെ സ്വീകരിക്കുന്ന ഈ ഒരു സംഭവം ഇവിടെ മാത്രമേ സംഭവിക്കത്തുള്ളൂ. നിങ്ങൾ വെസ്റ്റേൺ കൺട്രീസിലേക്ക് നോക്കുക. ഇതുപോലൊരു വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ സേഫ്റ്റി മെഷേഴ്സ് വളരെ ഡിഫറൻ്റ് ആണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കോൺകോർഡ് ഫ്ലൈറ്റ് എടുക്കുക. ലോകം കണ്ട ഏറ്റവും വലിയ ഫ്ലൈറ്റ് വണ്ടേഴ്സിൽ ഒന്നാണ് കോൺകോർഡ് എന്ന് പറയുന്ന ഫ്ലൈറ്റ്സ്. ഏത് വിമാനയാത്രയെക്കാളിലും ഏറ്റവും കോരിത്തെരിപ്പിക്കുന്ന അനുഭവം ഉണ്ടാക്കുന്ന കോൺകോർഡ്. ആ കോൺകോർഡ് സീരീസിനകത്ത് ഒരു ഫ്ലൈറ്റ് തകർന്നു വീണപ്പോൾ ആ സീരീസ് മുഴുവനാണ് അവർ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെയാണ് പിൻവലിച്ചത്. പകരക്കാരൻ പോലും ഇല്ലാതെയാണ് കോൺകോർഡ് ഫ്ലൈറ്റ് പിൻവലിക്കപ്പെട്ടത്. അതാണ് ആ സമൂഹം കാണിക്കുന്ന സേഫ്റ്റിയെക്കുറിച്ചുള്ള കൺസേൺ.
പക്ഷേ ഇവിടെ മുല്ലപ്പെരിയാറിൽ നമ്മുടെ മുന്നിൽ എല്ലാവരും പറയും മുല്ലപ്പെരിയാറിന് സൊല്യൂഷൻ ഇല്ല. ആര് പറഞ്ഞു? മുല്ലപ്പെരിയാറിന് വളരെ സിമ്പിൾ സൊല്യൂഷനാണ്. ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് പഠിച്ചത് കൊണ്ട് എനിക്കതിനെ നേവൽ ആർക്കിടെക്ട് ആയതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും വെള്ളത്തിനെ ഞങ്ങൾ ഒരു ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ് ഞങ്ങൾ എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത്. കടലിലിട്ട് അമ്മാനമാടുന്ന വലിയ വലിയ കപ്പലുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ വെള്ളം എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് കണ്ടിട്ടാണ് ഞങ്ങൾ ഒരു ഷിപ്പ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഇമ്പാക്റ്റ് എത്രയാണെന്ന് വ്യക്തമായിട്ട് ഒരു പക്ഷേ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. മുല്ലപ്പെരിയാറിന് സൊല്യൂഷൻ വളരെ സിമ്പിൾ. ഒറ്റ സൊല്യൂഷനേ അതിനുള്ളൂ. മുല്ലപ്പെരിയാർ ഡാം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ജലം ആവശ്യമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കേരളത്തിന് ജീവനുമാണ്. തമിഴ്നാടിന് ജലം മാത്രമല്ല, മുല്ലപ്പെരിയാർ എന്നുള്ളത് വൈകാരിക പ്രശ്നം കൂടിയാണ്. പെനികുക്ക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്ത ഒരു ഡാം, അദ്ദേഹത്തെ ഇന്നവിടെ ഒരു ഈശ്വരനെ പോലെ കരുതുന്ന ജനത, അവർക്ക് ഒരു പക്ഷേ മുല്ലപ്പെരിയാർ പൊളിച്ചു കളയുന്നതും താല്പര്യമുണ്ടാവില്ല. ആ സമൂഹത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ മുന്നിൽ ഒരു പുതിയ ഡാം നമ്മൾ പണിയുമ്പോൾ, ഈ പഴയ ഡാമിനും പുതിയ ഡാമിനും ഇടയിൽ വെള്ളം വന്ന് നിറയുമ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസിംഗ് എന്ന് പറയും. പഴയ ഡാമിന്റെ അപ്പുറവും ഇപ്പുറവും ഒരേപോലെ വെള്ളം വരുന്ന സമയത്ത് ഇതിന്റെ പ്രഷർ ബാലൻസ് ചെയ്യപ്പെടുകയാണ്. ആ സമയത്ത് പിന്നീടൊരു ഭൂകമ്പം വന്നാൽ പോലും മുല്ലപ്പെരിയാർ ഡാം തകരില്ല. അതിന് ഇനി എത്ര സ്ട്രക്ചറൽ വീക്ക്നെസ് ഉണ്ടെങ്കിലും തകരില്ല. കാര്യം ജലം അപ്പുറവും ഇപ്പുറവും നിന്ന് അതിനെ ബാലൻസ് ചെയ്യുകയാണ്. അതേസമയം ഈ ഓരോ വർഷവും താഴ്ത്തപ്പെടുന്ന മുല്ലപ്പെരിയാറിന്റെ കപ്പാസിറ്റി ഉയർത്തപ്പെടും. അതുവഴി തമിഴ്നാടിന് കൂടുതൽ ജലം കിട്ടുകയാണ്. മാത്രവുമല്ല, ഈ കൂടുതൽ ജലം നൽകുന്ന ജലത്തിൽ നിന്നുള്ള അധിക വരുമാനം ഉപയോഗിച്ച് ഈ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് അവർക്ക് തിരുത്തുവാൻ മടിയുണ്ടെങ്കിൽ കൂടുതൽ നൽകുന്ന ജലത്തിന് നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് ആപ്ലിക്കബിൾ ആക്കാം, പുതിയ കോൺട്രാക്ട് ഉണ്ടാക്കാം. അതിനുവേണ്ടി തമിഴ്നാട് ഇപ്പോഴുള്ള മുല്ലപ്പെരിയാറിന്റെ ടണലിൽ നിന്ന് തന്നെ വെള്ളം എടുത്തോട്ടെ, പക്ഷെ കൂടുതലായി നമ്മൾ നൽകുന്ന ജലത്തിൽ നിന്ന് നമുക്കൊരു പുതിയ കോൺട്രാക്ട് ഉണ്ടാക്കാം. അതിൽ നിന്ന് ഇതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റും നമുക്ക് നേടാവുന്നതാണ്. പക്ഷേ ഈ ഡാം ട്രിപ്പിൾ ലൈനിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് എത്ര പേര് അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിയില്ല. പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു സിമന്റ് സ്ട്രക്ചർ നമ്മൾ പണിയുന്ന സമയത്ത്, കോൺക്രീറ്റ് സ്ട്രക്ചർ നമ്മൾ പണിയുന്ന സമയത്ത്, അവിടെ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞുള്ള കറപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു എലിമെന്റ് കടന്നു വന്നാൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഉണ്ടാക്കുന്ന ദുരന്തത്തിനേക്കാളും വലിയ ഒരു ദുരന്തമായിരിക്കും നമ്മൾ ഏറ്റുവാങ്ങുവാൻ പോകുന്നത്. കാര്യം അതൊരു എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയ ആണ്. അവിടെ ആ എർത്ത്ക്വേക്കിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാവുന്ന എഞ്ചിനീയറിംഗ് ടെക്നോളജിയോടുകൂടി, എഞ്ചിനീയറിംഗ് സ്പെസിഫിക്കേഷനോടുകൂടി പുതിയ ഡാം പണിതില്ല എന്നുണ്ടെങ്കിൽ, അവിടെ കറപ്ഷനിലൂടെ അതിൽ ഉപയോഗിക്കേണ്ട സിമന്റ് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ദുരന്തം ഉണ്ടാകുന്ന കാഴ്ചയാണ് ഞാൻ ഡാം ട്രിപ്പിൾ ലൈനിലൂടെ കാണിക്കുന്നത്. ഡാം ട്രിപ്പിൾ ലൈനിന്റെ ക്ലൈമാക്സിൽ ആദ്യമായി ലീക്ക് ഉണ്ടാകുന്നത് പുതുതായി ഇതിന്റെ മുന്നിൽ പണിയുന്ന ഡാമിൽ നിന്നാണ്. ഇതാണ് ഞാൻ ഡാം ട്രിപ്പിൾ ലൈനിലൂടെ കാണിക്കാൻ ശ്രമിച്ചത്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ പുനലൂർ നിവാസിയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പുനലൂരിൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തെന്മല ഡാമുണ്ട്. ആ തെന്മല ഡാമിൽ ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് എൻ്റെ വീട് പണിതിരിക്കുന്നത് തെന്മല ഡാം പണിയേണ്ട സിമന്റ് ഉപയോഗിച്ചിട്ടാണ്. ഞങ്ങളുടെ ആ ഏരിയയിലുള്ള മിക്കവാറും എല്ലാ വീടുകളും ഇത് കറപ്ഷൻ മൂലം അതിൽ ഉപയോഗിക്കേണ്ട സിമന്റ് ബ്ലാക്കിൽ വന്ന പകുതി വിലയ്ക്കാണ് പണിതിരിക്കുന്നത്. തെന്മല ഡാം നിർമ്മിക്കേണ്ട പകുതി സിമന്റ് പോലും ആ ഡാം കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് തന്നെയായിരിക്കും, ഒരുപക്ഷെ ഇതിലും മോശമായിട്ടായിരിക്കും നാളെ മുല്ലപ്പെരിയാർ ഡാമിന്റെ മുന്നിൽ നിർമ്മിക്കുന്ന പുതിയ ഡാമിലും നിർമ്മാണം സംഭവിക്കുക. അത് ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു കടമ കൂടി നമ്മളുടെ മുന്നിൽ ഉണ്ടാകണം പുതിയൊരു ഡാം പണിയുന്നുണ്ടെങ്കിൽ. ഇതോടൊപ്പം തമിഴ് ജനതയുടെ മനസ്സിൽ ഒരു വലിയ തെറ്റിദ്ധാരണ ഇന്ന് പരന്നിരിക്കുകയാണ്. അതും എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാം. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി എഡ്യൂക്കേഷനുള്ള ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹവുമായി ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സംവാദം ഉണ്ടായപ്പോൾ ആ നിമിഷം മാത്രം ഞാൻ പറയുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് മുല്ലപ്പെരിയാറിന്റെ മുന്നിലാണ് പുതിയ ഡാം പണിയേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. തമിഴ്നാട്ടിലെ ജനതയിൽ നല്ലൊരു ശതമാനം ഇന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ മുന്നിൽ പണിയുക എന്ന് പറയുമ്പോൾ തമിഴ്നാട് മുന്നാടിയ എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയിൽ ഈ ഡാമിന്റെ പിറകിലാണ്. അപ്പോൾ ഇവർ മനസ്സിലാക്കിയിരുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ മുന്നാടിയ പുതിയ ഡാം വേണമെന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചത്, സാർ എങ്ങനെ മുന്നാടിയ ഡാം പണിതാൽ മുല്ലപ്പെരിയാറിൽ വെള്ളം കിട്ടും? ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ നമ്മൾ എങ്ങനെയെങ്കിലും ഈ ജനങ്ങളെ മനസ്സിലാക്കി ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇടയിൽ പുതിയ ഡാം വരുന്നതിനിടയിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നേരിടുവാൻ നമ്മൾ ഇനി സ്വയം അതിനുള്ളൊരു വഴി കണ്ടെത്തുക. ഗവൺമെന്റ് അതിന് ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ സ്വയം കണ്ടെത്തുക. ഞാൻ എൻ്റെ എളിയ ശ്രമം നടത്തിയിരിക്കുന്നത്, ഞാനൊരു കുടുംബസ്ഥനാണ്, ഒരു റെസ്പോൺസിബിൾ ഫാദറാണ്, ഒരു ഹസ്ബൻഡാണ്, ഒരു റെസ്പോൺസിബിൾ എംപ്ലോയറാണ്.
അതിന് ഞാൻ എൻ്റെ ഫാമിലിയെ ഇവിടെ എറണാകുളത്തേക്ക് ഇനി കുറച്ച് നാളത്തേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത്തവണയും അവർ നാട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ വൈഫ് ഹൗസ് ഗുരുവായൂരാണ്, ഗുരുവായൂർ തന്നെ നിർത്തി. ഇനി രണ്ടാമത് കുട്ടികളും അവിടെ തന്നെ നിർത്തി. ഇനി ആസ് എൻ റെസ്പോൺസിബിൾ എംപ്ലോയർ എൻ്റെ ഓഫീസ് ഇടപ്പള്ളിയിലാണ്. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു ഇതിനെക്കുറിച്ചുള്ള റിസർച്ചിൽ ഈ ഡാം പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒന്നാമത് പഴയ ബിൽഡിങ്ങും കൂടിയാണ്, അത് കാണത്തില്ല, 2-3 നിലയുള്ളൊരു ബിൽഡിങ്ങാണ്. അപ്പം അത് വെള്ളം വന്ന് ഇനി ആ ബിൽഡിംഗ് വിസ്റ്റാൻഡ് ചെയ്താൽ തന്നെ അതിൻ്റെ ഞങ്ങളുടെ ഓഫീസിനുള്ളിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതിനുള്ള കറക്റ്റീവ് ആക്ഷനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് ഓഫീസ് അവിടെ നിന്ന് മാറ്റി കാക്കനാട് അതിരി ഹൈറ്റുള്ള ഏരിയയിലേക്ക് എവിടെയെങ്കിലും ഒന്ന് മാറ്റി സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഒരു വലിയ ശ്രമമായിട്ട് ഒരു തമാശയായിട്ട് കൂട്ടണ്ട, ഇതിനകത്ത് പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെസ്റ്റിനി എല്ലാം ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മളെല്ലാം നാളെ ഒരു കുത്തൊഴുക്കിൽ പെട്ടു പോകുവാനാണ് വിധിക്കപ്പെട്ടിട്ടുള്ളെങ്കിൽ അങ്ങനെയാവും. എങ്കിലും നമ്മുടെ കർമ്മം അതിനെ ഡിസൈഡ് ചെയ്യും എന്നുള്ള മെസ്സേജ് കൂടി ഡാമിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. നാളെ അതൊരു പ്രതിഷേധമായിട്ട് ഒരു ഹർത്താൽ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ, സാധാരണ ഞാൻ ഹർത്താലുകൾക്ക് വിരുദ്ധനാണ്. ഞാൻ എപ്പോഴും സ്വയം ശപിക്കാറുണ്ട് ഈ എന്ത് കേരളത്തിൽ ഇത്രയധികം ഹർത്താലെന്ന്. പക്ഷെ നാളത്തെ ഹർത്താലിന് ഞാൻ അനുകൂലിക്കുന്നു. കാര്യം തമിഴ്നാട് ഈ മുല്ലപ്പെരിയാർ കേസിനകത്ത് എനിക്കെതിരെ ഉന്നയിച്ച വലിയ ആരോപണം, ഞാൻ എന്തിന് മുല്ലപ്പെരിയാർ സമരസമിതിയിൽ പോയി പ്രതിഷേധം അറിയിച്ചു എന്നുള്ളതാണ്. ഞാൻ അവിടെ പോയി എന്തിന് നിരാഹാരം കിടന്നുള്ളതാണ്. അതിന് മറുപടി കൊടുത്തത് അതെൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നാളെ ഈ ഒരു ദുരന്തമുണ്ടായാൽ അത് ഏറ്റുവാങ്ങേണ്ടത് വ്യക്തികളിലൊന്നും ഞാൻ കൂടിയായിരിക്കാം. അത് തന്നെ ഞാൻ പറയുന്നു, നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന നിലയിൽ അത് നമുക്ക് ഫണ്ടമെന്റൽ റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. ഇതിനെതിരെ പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെയ്യുക. കാര്യം മുല്ലപ്പെരിയാർ ദുരന്തം ഒരു ഗ്രാവിറ്റി ഡാം എന്താണെന്നും ഇപ്പം കഴിഞ്ഞ ദിവസം ഇത് തുറന്ന് നോക്കിയപ്പോൾ 100 അടി വരെ ചെന്നിട്ടും സുർക്കി കണ്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കതൊരു ഞെട്ടിക്കുന്ന സത്യമല്ല. ഞങ്ങളിത് റിസർച്ച് നടത്തി നേരത്തെ തന്നെ കണ്ടെത്തിയ സാധനമാണ്. സുർക്കി മാത്രമല്ല, ഇവർ പമ്പ് ചെയ്തതിനുള്ളിൽ സിമെന്റ് ഇഞ്ചക്ട് ചെയ്ത് സിമെന്റിന്റെ പൊടി പോലും അവിടെ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ അത് വെറും കല്ലട മാത്രമാണ്, കല്ലുകൾ. അതിൻ്റെ സെൽഫ് വെയിറ്റിൽ ഇത് സപ്രസ് ആയിട്ട് നമ്മുടെ ഈജിപ്തിലെ മമ്മികളൊക്കെ നിൽക്കുന്ന പോലെ കല്ലുകൾ ഇങ്ങനെ അടുത്തടുത്ത് ഇരുന്ന് സെൽഫ് വെയിറ്റിൽ അത് പ്രസ്സായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഗ്രാവിറ്റി ഡാം ഒരിക്കലും ഒരു എർത്ത്ക്വേക്കിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾക്ക് വേണ്ടത് ഒരു എർത്ത്ക്വേക്കിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സയന്റിഫിക് ഡാം. അതൊരു 9 റിക്ടർ സ്കെയിലിനകം അപ്പുറം വരെ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാം. ഇനി 9 മീതെ ഉള്ള ഒരു എർത്ത്ക്വേക്ക് വരികയാണെങ്കിൽ അതിപ്പം ഡാം ഇല്ലെങ്കിലും ഇവിടെ ഒരു വലിയ ദുരന്തം ഉണ്ടാവും. അത് നമുക്ക് വിധിക്ക് വിട്ടുകൊടുക്കുക. പക്ഷേ തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞ വലിയ 2 അബദ്ധങ്ങൾ, 2 വലിയ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തത്. ഒന്ന്, എർത്ത്ക്വേക്കിലൂടെ ഇന്ന് വരെ ഒരു ഡാം തകർന്നിട്ടില്ല. അത് ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഈ വർഷം കഴിഞ്ഞ മാർച്ച് 11-ാം തീയതി തന്നെ ജപ്പാനിൽ ഫുജിനുമോ എന്ന് പറയുന്ന ഒരു അണക്കെട്ട് തകർന്നത്, മുല്ലപ്പെരിയാറിന്റെ 1/3 ഹൈറ്റുള്ള, മുല്ലപ്പെരിയാറിനേക്കാൾ 200-ലൊന്ന് മാത്രം കപ്പാസിറ്റിയുള്ള ഒരു ഡാം തകർന്നത് എർത്ത്ക്വേക്ക് മൂലമാണ്. ജപ്പാൻ പോലെ അവിടുത്തെ ജനങ്ങൾ ഒരു എർത്ത്ക്വേക്കിനെ അല്ലെങ്കിൽ ഒരു ഇതുപോലൊരു ദുരന്തത്തെ ഏറ്റുവാങ്ങുവാൻ വെൽ പ്രിപ്പയർഡ് ആയതുകൊണ്ട് മാത്രമായിരിക്കാം ആകെ മരിച്ചത് 12 പേരാണ്. ദുരന്തം വലുതായിരുന്നു, പക്ഷേ മരിച്ചത് 12 പേരാണ്. അവർക്ക് ഇത് ദുരന്തം ഉണ്ടാകുന്നു എന്നുള്ള സിഗ്നൽ കിട്ടിയപ്പോൾ തന്നെ അവർ സ്വയം ഇവാക്യുവേറ്റ് ചെയ്യുകയായിരുന്നു അവിടുന്ന്. അത് പക്ഷേ കേരളത്തിലെ ജനങ്ങളെ ആരും നമ്മൾ ട്രെയിൻ ചെയ്തില്ല. നമുക്ക് ആർക്കും അറിയില്ല. ഇന്നിപ്പോൾ ഈ ഒരു നിമിഷം മുല്ലപ്പെരിയാർ ഒരു ഡാം പൊട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. എങ്ങനെ നമ്മളെ അറിയിക്കണമെന്നൊരു സിസ്റ്റം നമുക്കില്ല. ഇനി ശ്രീമതി ജയലളിത പറഞ്ഞ മറ്റൊരു ആരോപണം, ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഇടുക്കി ഡാം അതിനെ വിസ്റ്റാൻഡ് ചെയ്യുമെന്നുള്ള ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ബ്ലണ്ടർ എന്ന് പറയാം. സാധാരണ ഒരു സ്റ്റാറ്റിക്കായി നിൽക്കുന്ന വെള്ളത്തെ ഹോൾഡ് ചെയ്യുവാനായിട്ടുള്ള കപ്പാസിറ്റി മുല്ലപ്പെരിയാറിനുണ്ട്. പക്ഷേ ഇതിനെ ഡൈനാമിക് ഫോഴ്സ് എന്ന് പറയും. ഇത് പൊട്ടുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന 100 കിലോമീറ്റർ സ്പീഡിലാണ് വെള്ളം വരുന്നതെങ്കിൽ ഇതിനെ വെലോസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കിലോമീറ്ററിനെ, അതായത് 100,000 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏതാണ്ട് 25 ഇരട്ടിയോളം പവറിലാണ് ഈ വെള്ളം വന്ന് ഇടുക്കി ഡാമിൽ ഇടിക്കുക. സാധാരണ ഡാമുകളെല്ലാം പണിയുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 വെച്ചിട്ടാണ്. അപ്പോൾ 3 ഇരട്ടി അല്ല 25 ഇരട്ടി വരുന്ന ശക്തിയിൽ വരുന്ന വെള്ളം എങ്ങനെ 3 ഇരട്ടി ശക്തിയിലുള്ളതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാമിൽ തടഞ്ഞു നിർത്താൻ പറ്റും? അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബാങ്ക്യാവോയിൽ ഒരു ഡാം തകർന്നപ്പോൾ 62 ഡാമുകളാണ് അവിടെ തകർന്നത്. നേരെ ഫ്രണ്ടിലുള്ളത് മാത്രമല്ല, സൈഡിലൊക്കെ ഈ വാട്ടർ സ്പ്രെഡായി പോയ വഴിക്കുള്ള എല്ലാ ഡാമുകളും തകർന്നിട്ടാണ് 2 ലക്ഷം പേര് മരിച്ചത്. അപ്പോൾ അത്തരം ഒരു ദുരന്തം മനസ്സിലാക്കാതെയാണ് ഇതുപോലുള്ള തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കുന്ന ഈ ഒരു നീക്കം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, മുല്ലപ്പെരിയാറിലെ ജലം ഒഴുകിയതുപോലെ തന്നെ ഇവിടെ കറപ്ഷൻ മണിയും ഒഴുകിയിട്ടുണ്ട്. അത് ആരുടെയൊക്കെയോ
കീശകളിൽ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇതിനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നീക്കത്തെ. അത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി എനിക്കറിയില്ല ഏത് രീതിയിലാണ് കേരള ജനത നാളത്തെ ഈ ഒരു ഹർത്താലിലൂടെ അല്ലെങ്കിൽ ഇനിയുള്ള വരും ദിനങ്ങളിൽ ഇതിന്റെ പ്രതിഷേധം നടത്തുക എന്നറിയില്ല. എങ്കിലും എല്ലാവരും അവരവരുടേതായ രീതിയിൽ ആ ഒരു ഫണ്ടമെന്റൽ റെസ്പോൺസിബിലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെതിരെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രതികരിക്കുക. ഒരുപക്ഷെ നാളത്തെ ഈ ഒരു ദുരന്തത്തിൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികളും പെടാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ തിരക്കുകൾക്കിടയിലും അല്പസമയം നമ്മളോടൊപ്പം സംവദിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ സോഹൻ റോയ്, അദ്ദേഹത്തെ ലാർക്കിന്റെ പേരിലും ഈ സമ്മേളനത്തിന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി എത്തുകയും ഉപഹാരം സമർപ്പണം നിർവഹിക്കുകയും ചെയ്ത ആരാധ്യനായ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സാർ, അദ്ദേഹത്തിനും ലാർക്കിന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും വ്യക്തിപരമായും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. യോഗം ഉദ്ഘാടനം നിർവഹിച്ച ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ സാർ, ലാർക്കിന്റെ പ്രസിഡന്റായ ശ്രീ MP കൃഷ്ണൻ നായർ സാർ തുടങ്ങിയവർക്ക് ഔപചാരികതയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിൽ സംബന്ധിച്ച് ഇതിനെ വൻ വിജയമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ഹൈക്കോടതി ജഡ്ജസ്, സീനിയർ അഡ്വക്കേറ്റ്സ് തുടങ്ങിയവർക്കും ലാർക്കിന്റെ പേരിലും വ്യക്തിപരമായും നന്ദി രേഖപ്പെടുത്തുന്നു.